രാവിലെ പാസ്ത ഉണ്ടാക്കുന്നത്. അതിനായിട്ട് ഞാൻ കുക്കറിൽ പാസ്ത ഇട്ട് അതൊന്ന് വെള്ളം ഒഴിച്ചൊന്ന് ഇച്ചിരി ഉപ്പൊക്കെ ഇട്ടിട്ട് അതൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. അപ്പം ഞാൻ പാസ്ത ഇങ്ങനെ തിളച്ച് കഴിഞ്ഞതിന് ശേഷം ഞാൻ അതിൻ്റെ അകത്ത് കുക്കറിൻ്റെ അടപ്പിട്ടിട്ട് വിസിലിട്ട് തീ ഓഫാക്കി വെച്ചേ. എന്നിട്ട് കുറച്ച് കഴിഞ്ഞ് ഇതൊരു കിഴുത്തപാത്രത്തിൽ ഇട്ട് പാസ്ത അരി ഒഴിച്ചിട്ട് നോർമൽ വാട്ടർ ഒഴിച്ച് ഇങ്ങനെ എടുത്തേ. അതിനുശേഷം കുറച്ച് ക്യാപ്സിക്കത്തിലെ അരി ഞാൻ എടുത്ത് ഇങ്ങനെ കളഞ്ഞിട്ടുണ്ട്. ക്യാപ്സിക്കവും ക്യാരറ്റും ഇച്ചിരി സവാളയും അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതൊന്ന് ചീനച്ചട്ടിയിലിട്ടൊന്ന് വാട്ടിയൊന്ന് എടുത്തിട്ടുണ്ട്. അപ്പോഴത്തേക്കിനും ചായ റെഡി ആയായിരുന്നു. ചായയൊക്കെ കുടിക്കാനായിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു ഹൈ ഫ്ലെയിമിലാണ് ഇതൊന്ന് വാട്ടിയെടുത്തത്. ഒത്തിരി അങ്ങ് വാടിയിട്ടില്ല, കുറച്ച് പച്ചപ്പൊന്ന് പോയതേ ഉള്ളൂ. ഇതിലേക്ക് ഞാൻ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല ഇതെല്ലാം കൂടി ഇട്ട് അതിൻ്റെ പച്ചമണം പോകുന്നിടം വരെ ഒന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് ടൊമാറ്റോ സോസ് കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ പിന്നെ നമ്മൾ വേവിച്ച് വെച്ച പാസ്തയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് നന്നായി മിക്സ് ചെയ്തെടുത്താൽ മതി. നമ്മുടെ പാസ്ത റെഡിയായി. അതിനുശേഷം ഞാൻ പെട്ടെന്ന് തന്നെ കോവയ്ക്ക അങ്ങ് മെഴുക്കും. ഇതൊക്കെ ഇത്തിരി സമയം എടുക്കുമല്ലോ, അതുകൊണ്ട് കോവയ്ക്ക അരിഞ്ഞത് ഇങ്ങനെ പാനിൻ്റെ അകത്ത് വെച്ചിട്ട് ഇച്ചിരി മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ് ഇട്ടിട്ട് അത് അടപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇടയ്ക്ക് ഞാനൊന്ന് ഇളക്കി കൊടുത്താൽ മതി. അപ്പോൾ ഇതിനൊക്കെ ഇത്തിരി സമയം എടുക്കുന്നതുകൊണ്ട് ഞാൻ രാവിലെ ഇതങ്ങ് അടപ്പത്ത് വെച്ചതാണ്. എന്നിട്ട് ബാക്കി ജോലികൾ ചെയ്യാമെന്ന് വെച്ച് അപ്പോൾ ഞാൻ കുറച്ച് നേരം ഇതൊന്ന് അടച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ തുറന്നിട്ട് വീണ്ടും ഞാൻ ഇളക്കി കൊടുക്കും. പിന്നെ തീ കൂട്ടിയും കുറച്ചുമൊക്കെ വെക്കുവേ. അപ്പോഴത്തേക്കിന് പാത്രങ്ങളൊക്കെ കഴുകാനുണ്ടായിരുന്നു. പിന്നെ അതെല്ലാം ഒന്ന് കഴുകിയെടുക്കണം. അപ്പം മീൻ ഞാൻ ഇന്നലെ വെട്ടി വെച്ചായിരുന്നു. അതിപ്പോൾ എടുത്ത് വെളിയിലോട്ട് വെച്ചിട്ടുണ്ട്. ഇന്ന് ഇത്തിരി കപ്പ വേവിക്കണം. അതുകൊണ്ട് ഞാൻ മീൻ ഇന്നലെ അങ്ങ് വെട്ടി വെച്ചു. അപ്പം കപ്പയൊക്കെ രാവിലെ അങ്ങ് അരിഞ്ഞെടുത്താൽ മതിയല്ലേ. അപ്പോൾ ഇന്നലത്തെ ഇച്ചിരി ബട്ടർ ചിക്കൻ ബാക്കിയുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് ചൂടാക്കിയിട്ട് ഉച്ചയ്ക്ക് ചപ്പാത്തിക്ക് ഞാൻ അത് കൂട്ടി അവർക്ക് കൊടുത്തത്. ഉച്ചയ്ക്ക് ചപ്പാത്തി വേണ്ടിയവർക്ക് ഇത് കൂട്ടി ഞാൻ കൊടുത്തേ. അതിനുശേഷം പിന്നെ നമ്മുടെ മീൻ വെട്ടിയായിരുന്നു, അതുകൊണ്ട് പെട്ടെന്ന് കറി വയ്ക്കാം. കപ്പ ഞാൻ അവിടെ ഒന്ന് ഊറ്റി, അത് കഴിഞ്ഞ് രണ്ടാമത് ഊറ്റാനായിട്ട് വെള്ളം ഊറ്റി കളയാനായിട്ട് വെച്ചിട്ടുണ്ട് അവിടെ അടപ്പത്ത്. ചട്ടി വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് ഉലുവയിട്ടതിന് ശേഷം കറിവേപ്പിലിട്ട് പൊട്ടിച്ചു. പിന്നെ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റാണ് ചേർത്തത്. അതൊന്ന് വാട്ടിയെടുത്തിട്ടുണ്ട്. അതൊന്ന് വാടി വന്നുകൊണ്ട് അതിലേക്ക് ഇച്ചിരി മഞ്ഞൾപ്പൊടിയും പിന്നെ ഒരു 4-5 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി മാത്രമേ ഞാൻ ചേർത്തുള്ളൂ. ഇതിലേക്ക് പുളിവെള്ളവും ആവശ്യത്തിനുള്ള ഉപ്പ്, ഉലുവാപ്പൊടി ഇതെല്ലാം ചേർത്തിട്ട് വെള്ളം കൂടെ ഒഴിച്ചിട്ട് അരപ്പൊന്ന് തിളച്ച് വരട്ടെ. ആ നേരം കൊണ്ട് കപ്പയ്ക്ക് ഞാൻ അരപ്പിട്ടായിരുന്നു. ആ അരപ്പിൻ്റെ അകത്ത് തന്നെ ഉപ്പും ചേർത്തിട്ടുണ്ട്. അതിനി അടച്ച് വെച്ച് ഇച്ചിരി നേരം ഒന്ന് ആ അരപ്പൊക്കെ ഒന്ന് വേവട്ടെ. അപ്പോൾ ഇവിടെ അരപ്പൊക്കെ ഒന്ന് തിളച്ച് വന്നുകൊണ്ട് ഞാൻ മീനൂടെ പറക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആ നേരം കൊണ്ട് കപ്പ റെഡിയായി. ഞാൻ കപ്പയൊന്ന് ഈ മത്തും കൊണ്ടൊന്ന് കുഴച്ചെടുക്കട്ടെ. അപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞാൽ നമ്മുടെ മീൻ കറിയും റെഡിയായി. ഞാൻ അതിലേക്ക് വെളിച്ചെണ്ണയും കറിവേപ്പിലയും ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇച്ചിരി കപ്പ കഴിക്കാനായിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോയുടെ ഫുള്ളായിട്ടുള്ള വീഡിയോ ആർക്കെങ്കിലും കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ ബിജീസ് കിച്ചൻ ചാനൽ വ്ളോഗിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നേ.